നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. തൃശൂരിൽ പോലീസുകാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ AR ക്യാമ്പിലെ ഡ്രൈവറായ സിവിൽ പോലീസ് ഓഫീസർ പെരുമ്പള്ളിശ്ശേരി സ്വദേശി ആദിഷിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സിറ്റി പോലീസ് കൺട്രോൾ റൂമിലെ ഡ്രൈവറായിരുന്നു ആദിഷ്. ചാവക്കാട് കടപ്പുറം അഞ്ചങ്ങാടിയിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണം. 3 ആടുകളെ നായ്ക്കൾ കടിച്ചു കൊന്നു. കടപ്പുറം അഞ്ചങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം താമസിക്കുന്ന ചിന്നിക്കൽ ഷെരീഫയുടെ വീട്ടിലെ ആടുകളെയാണ് തെരുവ് നായ്ക്കൾ കടിച്ചു കൊന്നത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. നെടുമ്പാശ്ശേരി കരിയാട് മറ്റൂർ റോഡിൽ അകപ്പറമ്പ് ഭാഗത്ത് വിരണ്ടോടിയ പോത്ത് സ്കൂട്ടർ യാത്രികനെ കുത്തി മറിച്ചിട്ടു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. നിരവധി വാഹനങ്ങൾ കുത്തിമറിച്ചിട്ടോടിയ പോത്തിനെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കീഴടക്കിയത്. മാളയിൽ ഇന്നലെ നടന്ന കോൺഗ്രസ് പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ പങ്കെടുത്തവർക്കെതിരെ കേസ്. ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ ഉൾപ്പെടെയുള്ള കണ്ടാലറിയുന്ന 70ഓളം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. IPC വകുപ്പുകളിലെ 143, 147, 283, 149 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. വീടിന്റെ മുറ്റത്ത് സൂക്ഷിച്ചിരുന്ന ബൈക്ക് മോഷ്ടിച്ചവരെ ചേലക്കര പോലീസ് പിടികൂടി. മായന്നൂർ ചിറങ്കര പീടികപ്പറമ്പിൽ അഖിൽ, കണിമംഗലം വട്ടപ്പിന്നി പുളിക്കപ്പറമ്പിൽ മുക്തി മുഹമ്മദ് ഇസ്ര, ഒല്ലൂർ അഞ്ചേരി കോയമ്പത്തൂർക്കാരൻ വീട്ടിൽ വിജീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പാവറട്ടിയിൽ ബന്ധുവീട്ടിൽ നിന്നും 4.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയും താലിയും മോഷ്ടിച്ച യുവാവിനെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. വെന്മനാട് പുതുവീട്ടിൽ ഹിഷാമാണ് പിടിയിലായത്. ബന്ധുവീട്ടിൽ സന്ദർശനത്തിനെത്തിയ യുവാവ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമാല മോഷ്ടിച്ച് ഒളിവിൽ പോവുകയായിരുന്നു. ജയിലിൽ രചിച്ച പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ റിപ്പർ ജയാനന്ദന് 2 ദിവസം പരോൾ നൽകി കോടതി. ജയിലിൽ വെച്ച് ജയാനന്ദൻ എഴുതിയ പുലരി വിരിയും മുൻപേ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ശനിയാഴ്ചയാണ്. 5 കൊലക്കേസുകൾ ഉൾപ്പെടെ 23 കേസിൽ പ്രതിയായ ജയാനന്ദൻ 17 വർഷമായി തടവ് ശിക്ഷ അനുഭവിക്കുകയാണ്. ഇരിഞ്ഞാലക്കുട എക്സൈസ് ക്രിസ്മസ് ന്യൂ ഇയർ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ തെരച്ചിലിൽ മറ്റത്തൂരിൽ 2 വീടുകളിൽ നിന്നായി 90 ലിറ്റർ വാഷും ഒരാളെയും പിടികൂടി. കോടാലി പച്ചയിൽ ജോൺസനെയാണ് 40 ലിറ്റർ വാഷ് സഹിതം എക്സൈസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ ജോൺസനെ റിമാൻഡ് ചെയ്തു. കരിവന്നൂർ ബാങ്ക് കള്ളപ്പണം ഇടപാട് കേസിൽ EDയോട് ചോദ്യങ്ങളുമായി കോടതി. എന്തുകൊണ്ട് കേസിലെ മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് കോടതി ചോദിച്ചു. CPM കൗൺസിലർ PR അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷയിൽ പരിഗണിക്കുകയായിരുന്നു കോടതിയുടെ ചോദ്യം. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സിലൂടെ സമാപിക്കുന്നു. നമസ്കാരം.